വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ പണം അനുവദിക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ UDF അംഗങ്ങൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനമാണ് മെമ്പർമാർ ഉന്നയിച്ചത്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഉത്തരവാദിത്തം നേരിടേണ്ട ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരാണ് പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും. ഇവരുടെ കയ്യിലുള്ള പദ്ധതി കാരണം താളം തെറ്റിക്കഴിഞ്ഞാൽ മറ്റുള്ളവരൊന്നും പറയാനുള്ള കാര്യം അവിടെ വരുന്നില്ല. 20 പദ്ധതികൾ ഒരൊറ്റൊന്ന് മാത്രം അത് ഞങ്ങളുടെ പ്രശ്നം കൊണ്ട് നടത്തി എന്നാണ് സെക്രട്ടറി ചെയ്തിട്ടുള്ളത്. 18 പദ്ധതികൾ ASN ഒറ്റൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് മനഃപൂർവ്വമാണ്. ആവശ്യമായ സമയം കിട്ടിയിരുന്നു. കുറെ ജീവനക്കാർ കഷ്ടപ്പെട്ട് രാപ്പകൽ അധ്വാനിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മനഃപൂർവ്വമാണ്, ആരുടെ നിർബന്ധ ഫലമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ സർക്കാരിന്റെ പ്രേതം അവരെ വിട്ടുമാറിയിട്ടില്ലെങ്കിൽ ആ ബാധ ഒഴിപ്പിക്കൽ ഞങ്ങൾ നിർബന്ധം നടത്തും എന്ന് പറഞ്ഞത്. ഇലക്ഷൻ നവംബറിൽ ഇലക്ഷൻ ആയിരുന്നു. മൃഗീയ ഭൂരിപക്ഷത്തോടെ UDF ഇവിടെ അധികാരത്തിൽ വന്നു. UDF അധികാരത്തിൽ വന്നതോടുകൂടി ഇവിടെ ഭരണകക്ഷിയും ഇതിൽപ്പെട്ട ഉദ്യോഗസ്ഥരായിരുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അവരെ മനഃപൂർവ്വം ഒരു വീഴ്ച വരുത്തുന്ന രീതിയിലായിരുന്നു. കാരണം വ്യക്തിപരമായ കാര്യത്തിൽ സെക്രട്ടറിയും ASM സ്ഥിരമായി ലീവ് എടുക്കുക. നമ്മൾ എന്ത് പദ്ധതി പ്ലാൻ ചെന്ന് കഴിഞ്ഞാൽ അവരൊന്നുകില്ല, അവരെ മാറ്റി വെക്കുക. അങ്ങനെയാണ് അവർ മുന്നോട്ട്. അങ്ങനെയാണ് ഇങ്ങനെ ഇത്രയേറെ ഇതിനകത്ത് വീഴ്ചകൾ സംഭവിച്ചത്. ഒരു മനഃപൂർവ്വ വീഴ്ചയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, ഞങ്ങൾ മുന്നോട്ട് ഞങ്ങൾ ഇതിനുള്ള മേലുദ്യോഗസ്ഥർ, കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരായിട്ട് ഞങ്ങൾ പോവുകയും ഇതിന്റെ കാര്യകാരണ സഹിതം ഇവരെല്ലാം പറഞ്ഞിട്ട് ഇവരെ ഇവിടുന്ന് മാറ്റുകയുള്ളൂ. ഫ്ലെക്സിനും ബോർഡിനും കോടികളുണ്ട്, പദ്ധതികൾക്ക് പണമില്ല. UDF സിന്ദാബാദ്. വാഗ്ദാനത്തിൻ പെരുമഴയുണ്ട്, പദ്ധതികൾക്ക് പണമില്ല. ഭിന്നശേഷിക്കാരുടെ പോലും ചട്ടിയിൽ കൈയിട്ട് പദ്ധതി മുഴുവൻ അട്ടിമറിച്ച് കരികിടക്ക് കൂട്ടുപിടിച്ച് കരുതിക്കൂട്ടി ചതി ചെയ്ത ഉദ്യോഗസ്ഥർ സൂക്ഷിച്ചോ. കാലം മാറും ഭരണം മാറും. നിങ്ങളുടെ കൈകൾ പിടിച്ചു വെച്ച പദ്ധതി താളം തെറ്റിച്ച ചതിയന്മാരെ നിലത്തിരുത്തും. ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിൽ നടപടി വൈകിപ്പിക്കുന്നുവെന്ന വിമർശനവുമുണ്ട്. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് 2025-26 വർഷത്തെ ബജറ്റിൽ പണം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഇല്ലാത്തതിനാൽ ഭിന്നശേഷിക്കാരുടെ ഉൾപ്പെടെ ആനുകൂല്യ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവരുടെ അനാസ്ഥ മൂലം അനുവദിക്കപ്പെട്ട പദ്ധതികളിൽ പോലും നടപടിയില്ലാതെ കിടക്കുകയാണ്. 20 പദ്ധതികളുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ട ഉദ്യോഗസ്ഥർ ആകെ നടപടിയെടുത്തത് KSCBയുടെ 30 ലക്ഷം രൂപയുടെ ഫയലിൽ മാത്രമാണ്. പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഉൾപ്പെടെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ സ്വീകരിക്കുന്നത്. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ബോധപൂർവം വൈകിപ്പിക്കുകയാണ്. ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ചില ഉദ്യോഗസ്ഥരാണ് പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് തോണിക്കടവൻ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. UDFന്റെ ഭരണസമിതി ഇത്തരം ഒരു സമരത്തിലേക്ക് മുന്നോട്ട് പോകാൻ നയിച്ചത് കഴിഞ്ഞ 25-26 വർഷത്തെ പദ്ധതി വീതം ഗവൺമെൻറ് വെട്ടിക്കുറക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ മാർച്ച് 31-നുള്ളിലായിട്ട് എക്സ്പെൻഡിച്ചർ ആക്കേണ്ട പല പദ്ധതികളും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കാരണം, പ്രത്യേകിച്ച് സെക്രട്ടറിക്ക് 20 പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരൊറ്റ പദ്ധതി മാത്രമാണ് 2 കോടി റുപ്യയായിരുന്നു പഞ്ചായത്തിലെ പദ്ധതി നിർവഹമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലുണ്ടായിരുന്നു. അതാകെ KSCBയിലൊരു 30 ലക്ഷം റുപ്യ അടച്ചു എന്നല്ലാതെ ബാക്കിയുള്ള പണം മുഴുവനും വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ASന്റെ 18 പദ്ധതികൾ ഇതൊന്നും നടപ്പിലാക്കാൻ കഴിയാതെ ഈ പ്രാവശ്യം ഈ പുതിയ ഭരണസമിതിയെ ഇതിൻ്റെ കുറ്റങ്ങൾ മുഴുവൻ ചാർത്തിക്കൊണ്ട് പദ്ധതി വീതം തരാതെ ഗവൺമെൻറ് ഒരു കെടുകാര്യസ്ഥത നടപ്പിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ മുഖ്യ പഞ്ചായത്തുകളിലും നേരാവണ്ണം പദ്ധതി നിർവ്വഹണം നടത്താൻ സാധിക്കാത്ത ഒരവസ്ഥയാണുള്ളത്. ഈ പഞ്ചായത്തിൽ ആകെ 27% പദ്ധതി നിർവ്വഹണം ഇതുവരെ നടത്തിയിട്ടുള്ളത്. ബാക്കി പദ്ധതികളൊന്നും തന്നെ നടപ്പിലാക്കാൻ കഴിയാതെ ഇതിനനുസരിച്ച് വരുന്ന ഫണ്ട് നമുക്ക് വെട്ടിക്കുറയുമെന്നുള്ളതാണ്. പ്ലാൻ ഫണ്ടിൽ ഇന്ന് 1,25,17,523 രൂപ
ഈ പഞ്ചായത്തിലേക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ പുറമെ സാധാരണഗതിയിൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അത് 10,50,000 റുപ്യ പഞ്ചായത്ത് പദ്ധതി വീതം വെച്ചിരുന്നു. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 6 ലക്ഷം കൂട്ടി അങ്ങനെ 16,00,000 റുപ്യ 83ഓളം കുടുംബങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 28,000 റുപ്യ കൊടുക്കേണ്ടത് ഒരു ഔദാര്യമായിട്ടല്ല, അവരുടെ അവകാശമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ഈ കണ്ട ദിവസങ്ങളായിട്ടും പോലും ഈ പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലെ മിക്ക പഞ്ചായത്തുകളിലും തന്നെ ഈ പദ്ധതി നിർവഹണം നടത്താൻ കഴിയാത്ത ഒരവസ്ഥയാണ്. പ്രശ്നത്തിന് ഉടൻ തന്നെ അടിയന്തര പരിഹാരം വേണമെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മഞ്ജു അനിൽ, അച്ചാമ ജോസഫ്, അംഗങ്ങളായ ബഷീർ കാട്ടുമുണ്ട, തോമസ് കുരുവിള, നസ്രിയ ഷംസു, നസീമ, പ്രവീണ സുരേഷ് എന്നിവർ സംസാരിച്ചു. എ+ വിഷൻ, ചാലിയാർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.